മാത്രമല്ല വിജയൻ, ഇന്നിപ്പോൾ കോഴിക്കോട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ PM-ശ്രീ എടുത്ത് തോട്ടിലുകൾ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. അപ്പോൾ മുസ്ലിം ലീഗിന്റെ നയം ഇക്കാര്യത്തിൽ എന്താണെന്ന് കൂടിയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പം ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ തന്നെ UDF സർക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ എങ്ങനെയായിരിക്കും ഇതിന് ന്യായീകരണം തീർക്കാൻ നോക്കുക? ഏത് തരത്തിലുള്ള പ്രതിരോധങ്ങളായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ലീഗിനും കോൺഗ്രസിനും ഒപ്പം തന്നെ UDF-നും മന്ത്രിസഭയ്ക്കും സർക്കാരിനുമെല്ലാം ഇതിൽ ന്യായീകരിക്കാൻ ഒറ്റ ഭാഗം മാത്രമാണ് ഉള്ളത്. അത് നിലവിൽ PM-ശ്രീയിൽ LDF സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാദമാണ്. ആ വാദത്തിൽ പിടിച്ചു വേണമെങ്കിൽ ഇത് മുന്നോട്ട് പോകാം. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് നയം എവിടെ, നയപരമായ മാറ്റം എന്തിന് കൊണ്ടുവരുന്നു? നിലവിൽ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അത് നടപ്പിലാക്കില്ല എന്ന് കത്ത് നൽകിയിരിക്കുന്ന കാര്യം, അതിൽ നിന്നൊരു പിന്മാറ്റം വേണം. ഈ PM-ശ്രീയുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് നയപരമായ തീരുമാനമാണ്. അതാണ് KM ഷാജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ PM-ശ്രീ എടുത്ത് തോട്ടിൽ കളയും കടലിൽ കളയും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അവർ തന്നെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്ന ആ മന്ത്രിസഭയാണ് ഈ തീരുമാനം നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട്, അത് പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കണം. സർക്കാരിന് പക്ഷേ ഏതെങ്കിലും തരത്തിൽ വാക്കാൽ പിടിച്ചു നിൽക്കാനാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഇത് ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞല്ലോ എന്നുള്ള വാദം മാത്രം നിരത്തിയാൽ മതിയാകും. അതിനപ്പുറം അണികളെ ജനങ്ങളെ ഒക്കെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ആ ബോധ്യപ്പെടുത്തൽ എങ്ങനെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ധൃതിപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാത്തത്. നിലവിൽ ഇപ്പോൾ ഒപ്പിട്ടതുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സെക്രട്ടറി തല ചർച്ചകൾ, ഒപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട് PM-ശ്രീയുമായി മുന്നോട്ട് പോകണമെന്ന്. അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അയക്കുന്ന കൂട്ടത്തിൽ കേരളത്തിന് കൂടി അയച്ചിട്ടുണ്ട്. അതായത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിലവിൽ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിലവിൽ ആ കത്തിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ചോദിച്ചത്. ആ റിപ്പോർട്ടിലാണ് ഇതിനെ മറികടക്കാം, കേന്ദ്ര നിബന്ധനകളെ മറികടക്കാം എന്ന് ഇപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറം കേന്ദ്രം കുറച്ചുകൂടി കടുപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ കൊണ്ടുവരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം BJP ആണ് അധികാരത്തിലുള്ളത്. അവർക്ക് ഏത് തരത്തിലും ഏത് സമയത്തും അതിൽ മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റം വന്നാൽ അത് വലിയ തിരിച്ചടിയാകും, അത് നയത്തിൽ വെള്ളം ചേർക്കലാകും. അതുകൊണ്ട് തന്നെ അതിൽ നയപരമായ ഒരു തീരുമാനം PM-ശ്രീയുമായി മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം ആണ് നിലവിൽ ആവശ്യം. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ സർക്കാരിനെ പഴിചാരി മുന്നോട്ട് പോയാൽ ഫണ്ട് ലഭിക്കുമായിരിക്കും, പക്ഷേ നിലപാടിൽ വെള്ളം ചേർക്കലായി അത് മാറും. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് NCERT പാഠപുസ്തകങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സംസ്ഥാനം മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ കഴിയും. കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പല സംസ്ഥാനങ്ങളുണ്ട്. പഞ്ചാബ് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു, പിന്നീട് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നു. കർണാടക ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുമായൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ ഒക്കെ പറയാം. പക്ഷേ അത് കഴിഞ്ഞ കാലത്ത് എന്തിന് അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ കയ്യിലിരിക്കുന്നെങ്കിൽ പിന്നെ എന്തിന് LDF സർക്കാർ ഒപ്പിട്ട ഘട്ടത്തിൽ ഇത്രയും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു? വലിയ തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്തിനു പറഞ്ഞു എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ധൃതിപ്പെട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത്. പ്രായോഗിക നിലപാട് വേണം എന്നുള്ളതാണ്. പ്രായോഗിക നിലപാട് എന്ന് പറഞ്ഞാൽ അത് ഫണ്ട് വേണം. SSKയിലെ ഏകദേശം 7000-ഓളം വരുന്ന അധ്യാപകരും ജീവനക്കാരും ശമ്പളം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അവിടെ ഈ ഫണ്ട് ലഭിക്കാത്തതിന്റെ പ്രതിസന്ധിയുണ്ട്. 1065 കോടി രൂപയായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. അത് ഇതിനിടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ അതിലൊരു 385 കോടി രൂപ അത് നൽകാം എന്നുള്ളൊരു ധാരണയിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാർസിന്റെയും ഒപ്പം തന്നെ മറ്റ് പദ്ധതികളിൽ ഉൾപ്പെടെപ്പെടുത്തിയ പണമാണ് അത് ലഭിക്കും. എന്തായാലും UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നി പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. എന്ന് വെച്ചാൽ നിവൃത്തികേട് കൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ വലിയ പ്രതിഷേധത്തിനൊടുക്കം CPI-യുടെ അടക്കം വലിയ പ്രതിഷേധത്തിനും എതിർപ്പിനുമടക്കം ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ലെറ്റർ വീണ്ടും അയക്കേണ്ടി വരും. എന്നാലേ ഫണ്ട് കിട്ടൂ എന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത്. അങ്ങനെ ആ ലെറ്റർ വീണ്ടും അയച്ച് ഫണ്ട് കിട്ടിയാൽ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ നയം ഇതായിരുന്നല്ലേ, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് എതിർത്തു എന്ന ചോദ്യം വരും. അതിനെന്ത് മറുപടി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഉപകൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് പറയുമെന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ധൃതിയിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എന്തായാലും UDF-നും മുസ്ലിം ലീഗിനും വിദ്യാഭ്യാസ വകുപ്പിനും കഴിയില്ല. എന്ത് തീരുമാനം അവർ എടുക്കുമെന്ന് കാത്തിരുന്നു കാണാം. വിജിൻ വായാന്തോണം വിശദാംശങ്ങൾ നൽകിയത്.